ആലപ്പുഴയിൽ ഭൂമാഫിയയും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വൻ ഭൂമി തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന രേഖകൾ പുറത്ത്. നിയമപരമായി ഉടമസ്ഥതയുള്ള വർഷങ്ങളായി കരമൊടുക്കുന്ന 1 കോടിയിലധികം രൂപ വിലമതിക്കുന്ന ഭൂമിയാണ് വ്യാജരേഖ ചമച്ച് തട്ടിയെടുക്കുവാൻ ശ്രമിച്ചത്. ആലപ്പുഴയിൽ ഭൂമാഫിയയും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വൻഭൂമി തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിയമപരമായി ഉടമസ്ഥതയിലുള്ള വർഷങ്ങളായി കരമൊടുക്കുന്ന 1 കോടിയിലധികം വിലമതിക്കുന്ന ഭൂമിയാണ് വ്യാജരേഖ ചമച്ച് തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. 1962 കൃഷ്ണസ്വാമി റെഡ്ഡിയാർ വാങ്ങിയ ഭൂമിയാണിത്. എന്നാൽ ഭൂവുടമയുടെ യാതൊരു വിവരവും അറിയാതെ ആധാരത്തിന്റെ പകർപ്പിൽ ഉടമയ്ക്ക് അവകാശമില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യാജമായി എഴുതി ചേർക്കുകയായിരുന്നു. നിലവിലില്ലാത്തൊരു കമ്പനിയുടെ പേര് പറഞ്ഞ് ഭൂമാഫിയക്ക് അനുകൂലമായി കളക്ടറേറ്റിലെ LR സെക്ഷനും പറവൂർ വില്ലേജ് ഓഫീസറും ചേർന്ന് റിപ്പോർട്ട് നൽകി. ജില്ലാ കളക്ടറുടെ അന്വേഷണ ഉത്തരവ് നിലനിൽക്കെ തന്നെ മുൻ റവന്യൂ മന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ അനാവശ്യ ഇടപെടലിലൂടെ അമ്പലപ്പുഴ തഹസിൽദാർ 1 ഏക്കർ 43 സെന്റ് ഭൂമി മാഫിയയ്ക്ക് പോക്കുവരവ് ചെയ്ത് നൽകുകയായിരുന്നു. എന്നാൽ ഈ വന്നഴിമതിക്കെതിരെ ഉടമ കോടതിയെ സമീപിച്ചു. വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിപ്പട്ടികയിലുള്ളവർ സർക്കാർ ഉദ്യോഗസ്ഥരായതിനാൽ കേസ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ അന്വേഷിക്കണമെന്ന പോലീസ് റിപ്പോർട്ട് ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. AR ഖബീറിനും മറ്റ് 5 ഉദ്യോഗസ്ഥർക്കുമെതിരെ നിലവിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ആലപ്പുഴ കളക്ടറേറ്റിലുള്ള ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് വൺ സൈഡ് റിപ്പോർട്ട് കൊടുത്തിട്ട് ഇവരൊരു വിധി സമ്പാദിച്ചു ഗവൺമെൻറ്റിൽ നിന്ന്. ആ ഗവൺമെൻറ്റിൽ നിന്ന് വിധി സമ്പാദിച്ചിട്ട് 10 സെൻറ്റ് സ്ഥലം കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ പേരിലിട്ട് ബാക്കി 1 ഏക്കർ 82 സെൻറ്റ് സ്ഥലം ഇവർക്ക് വേണ്ടി AR കബീറിനും മറ്റും പോക്കർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു ഗവൺമെൻറ് ജിയോ ഇറക്കുമ്പോഴത്തേക്ക് അത് മൊത്തം ചെയ്ത് കൊടുക്കണ്ടേ? അത് ചെയ്ത് കൊടുത്തിട്ടില്ല. 10 സെൻറ്റ് അവിടെ കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ പേരിലിട്ട് ബാക്കി 182 അവർക്ക് പോക്കർ ചെയ്ത് കൊടുത്തു. അത് ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ചോദ്യം ചെയ്യുന്ന കൊടുക്കുന്നതല്ലാതെ യാതൊരു നീതിയും കിട്ടത്തില്ല. ഇതുവരെ എൻ്റെ അനുഭവം അതാണ്. ഒരു നീതിയും കിട്ടിയിട്ടില്ല. ഈ 10 സെൻറ്റ് സ്ഥലം റെഡ്ഡിയാർ വാങ്ങിച്ച വസ്തുവാണ്. റെഡ്ഡിയാർ 2024-25 വരെ കരവ് എഴുതിയിട്ടുണ്ട്. ആ വസ്തുവാണ് വലിയ ഓഫീസർ റിപ്പോർട്ട്. അല്ലെങ്കിൽ നമ്മുടെ തൻ്റെ പേര് മാറ്റുന്നത് കക്ഷിയെ അറിയിക്കണ്ടേ? ഈ തൻ്റെ പേര് കക്ഷിയെ അറിയിക്കണം. അല്ലെങ്കിൽ ഒരു ഇയറിങ് നടത്തി. ഇതൊന്നും ഈ ഉദ്യോഗസ്ഥർ ചെയ്തില്ല. ഈ ഉദ്യോഗസ്ഥർ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഈ ഭൂമാഫിയകളെ സഹായിക്കുകയായിരുന്നു. അല്ല വേറൊന്നുമല്ല. ഈ 10 കോടി രൂപയിലധികം വില വരുന്ന വസ്തുവാണ്. ആ വസ്തു തട്ടിയെടുക്കാനാണ് ഈ കബീറിന് വേണ്ടി ഇവരെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് ഈ ഉദ്യോഗസ്ഥർ. അതിൽ ക്രമക്കേടൊന്നും നടന്നില്ല എന്നും പറഞ്ഞാണ് മേളിലോട്ട് റിപ്പോർട്ട് കൊടുത്തത്. എന്നാൽ തന്നെ അവർ തന്ന റിപ്പോർട്ടാണ് ഈ മാർക്ക് ചെയ്തിട്ടുണ്ട്. 939 നമ്പർ ആലപ്പുഴ കളക്ടറേറ്റിൽ നിന്ന് എനിക്ക് തന്നതാണ്. എന്നിട്ട് അവർ പറയുന്നത് അവർ പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ഒരു ആധാരം ഇല്ലയെന്ന്. അവർ കബീർ കൊടുത്ത ആധാരമാണ് ഈ ഫോർജറി ചെയ്ത ആധാരം. പരിശോധനയിൽ അത് കാണുന്നില്ല എന്ന്. എനിക്ക് എങ്ങനെ നീതി കിട്ടും? ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമോ?